ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, എ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനെയൊക്കെ ഒന്ന് എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോർണിംഗ് ആക്ച്വലി ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. അനിയന് ചായ വേണം. പിന്നെ നമ്മുടെ സ്ഥിരം റുട്ടീൻസില്ലേ എല്ലാവരും ചെയ്യുന്നത് തന്നെ, ചോറ്, കൂട്ടാൻ, ഉപ്പേരി അപ്പേരി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ സംഭവങ്ങൾ. ചായ ഇത് അനിയനുള്ളതാണ്. അനിയനിങ്ങനെ കുറേ നേരം വെട്ടിത്തിളച്ച് അതിങ്ങനെ കടുപ്പമായിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായ ഞങ്ങൾ തന്നെ നട്ട മുരിങ്ങയില അതൊന്ന് കൂട്ടാനുണ്ടാക്കണം എന്ന് വെച്ചാൽ. അപ്പോൾ സിംബ രാവിലെ എഴുന്നേറ്റ് ഒപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അവനിങ്ങനെ തലോടലും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവനെ ഒരു കൊഞ്ചെന്ന് പറയില്ല, അതുപോലെ അങ്ങനെ ഇരിക്കും. അതോ ചോറ് തിളച്ചു. പിന്നെ നമ്മൾ ഓട്ടപ്പാച്ചിലാണ്. 9 മണിക്ക് ജോലിക്ക് കയറണം. 8 മണിക്കുള്ള പരിപാടികളാണ് ഇത് മൊത്തം എന്നുള്ള പോലെയാണ്. എന്തൊക്കെയോ ചെയ്താക്കി ചോറൊക്കെ ആക്കി അങ്ങനെ അങ്ങോട്ട് പോവും. പിന്നെ നാളികേരം ചിലവാൻ സത്യം പറയാലോ എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. ഞാൻ 1 മണിക്കൂർ ഇരുന്ന ഒരു മുറി പോലും ആവില്ല. ഇങ്ങേരാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഫുൾ പരിപാടി തീർത്ത് തരും. അതുകൊണ്ട് ഞാൻ അങ്ങേരോട് പറയാറുള്ളൂ. പിന്നെ പാച്ചുവിൻ്റെ ഫുഡാക്കൽ ഇതൊക്കെ മൂപ്പരുടെ ഡ്യൂട്ടിയാണ്. ഞാൻ അടുത്ത കൈപ്പയ്ക്ക പിന്നം പതുക്കെ നിം എന്ന് പറഞ്ഞ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ദോശയാവുന്നുണ്ട്. അങ്ങനെ ഓടിച്ചാടി ഞാനൊന്ന് പോയി കുളിച്ച് റെഡിയാവുകയാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അവരൊക്കെ അവരൊക്കെ അവരുടെ പാടും നോക്കിപ്പോയി, ജോലിക്ക് പോയി, പാച്ചുവിനെ സ്കൂളിലേക്ക് ആക്കി. അങ്ങനെ ബൈ ഞാനും പോവുകയാണ് കേട്ടോ. അങ്ങനെ ജോലി സ്ഥലത്തുനിന്ന് ഇരുന്ന് വർക്ക് ചെയ്യുന്നു, പോരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ടാകും, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ, എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്നു. അത് എനിക്ക് ചെയ്യുന്ന വളരെ വലിയ ഉപകാരമാണ്. ഞാനത് ഒരിക്കലും മറക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, ഇടയ്ക്കിടയ്ക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ നൈറ്റ് സാലഡാണ് ഉണ്ടാക്കിയത്. പാച്ചുവിന് പിന്നെ ചോറുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു മയോ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ സാലഡ്, ഹെൽത്തി മയോ ആണ് കേട്ടോ, പനീറൊക്കെ വെച്ചിട്ടുള്ളത്.